നമ്മുടെ മലയാളികൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ സർക്കാർ വീണ്ടും വളരെ നല്ലൊരു കാര്യം കൂടി ചെയ്തിട്ടുണ്ട്. അതായത് ബാറിന്റെ സമയം കൂട്ടുക. നേരത്തെ സമയമൊക്കെ മാറ്റി ഇപ്പൊ രാത്രി 12 മണി വരെയും സേവയാകാം എന്നൊരു സെറ്റപ്പ് വെച്ചിട്ടുണ്ട്. അത് നല്ലൊരു ഇതാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അത് പക്ഷെ നല്ലൊരു ഇതാണോ എന്ന് നാട്ടുകാർ പറയട്ടെ. അത് നല്ലൊരു ഇതായിട്ടാണോ അവർ പറയുന്നത് നമുക്കൊന്ന് ശ്രദ്ധിച്ച് കേട്ട് നോക്കാം. ചില ആൾക്കാർ നല്ലൊരു ഇതാണെന്ന് പറയുന്നുണ്ട്. ഏതായാലും ഒന്ന് നോക്കിയേക്കാല്ലേ. കൊച്ചുകുരിപ്പ് അതിന്റെ ഇടയിൽ കൂടി. പക്ഷേ ചോദിക്കുന്നതിലും കാര്യമുണ്ട്. സ്കൂൾ ടൈം കുറച്ചിട്ട് ബാർ ടൈം കൂട്ടിയിട്ട് അപ്പോൾ കുട്ടികൾക്കും ബാറിൽ പോകാമല്ലോ അല്ലേ? അതെന്താ അങ്ങനെ ആലോചിക്കാത്തത്? ചിലപ്പോൾ ആലോചിക്കുമായിരിക്കും. ഇലക്ഷൻ മുന്നിൽ കണ്ടിട്ട് കുടിയന്മാരുടെ വോട്ട് മേടിക്കാനുള്ള തന്നു. പക്ഷെ അങ്ങനെയാണോ? കുടിയന്മാരുടെ മാത്രം വോട്ട് കിട്ടിക്കഴിഞ്ഞാൽ സർക്കാർ ജയിക്കുമോ? സാധ്യത കുറവല്ലേ? കാരണം കുടിയന്മാരുടെ ഭാര്യമാര്, മക്കള് ഇവരൊക്കെ വോട്ട് ചെയ്യാൻ സാധ്യത കുറവല്ലേ? 10 മണി വരെ ആയിട്ട് കുടുംബങ്ങളും യൂത്ത് ജനങ്ങളെല്ലാം പിള്ളേരുകളെല്ലാം നശിച്ചുകൊണ്ടിരിക്കുക. 12 മണി വരെ ഒന്നും വേണ്ട, എന്റെ ആവശ്യമില്ല. 12 മണി വരെ വെക്കണത് എന്തുകൊണ്ട് നല്ലതല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ബിക്കോസ് അത് അത്രയും നീട്ടിക്കൊണ്ട് പോകണം. എന്തിനാ? അതിൻ്റെ ആവശ്യമുണ്ടോ? അതിൻ്റെ ആവശ്യമില്ല. ഈ 3 പേർക്കും വലിയ പിടിയൊന്നുമില്ല. വേണമെന്ന് വെച്ചപ്പോൾ വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാവും. അതുകൊണ്ട് വേണ്ട എന്ന് പറഞ്ഞ് 3 പേരാണത്. ആകെ 800 രൂപ കൂലി കിട്ടും. അതിൽ 600 രൂപ 700 രൂപ ഒക്കെ കുടിച്ചു തീർത്ത് കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ എന്തുണ്ടാവും? മക്കളൊക്കെ ഇല്ലേ? അവർക്കൊക്കെ എന്തെങ്കിലും പഠനം എന്തെല്ലാം കാര്യങ്ങളുണ്ട്. അപ്പൊ കുടുംബം നശിച്ചു പോകും. അത് സത്യസന്ധമായ ഒരു നല്ലൊരു അഭിപ്രായമാണ്. കാരണം സാധാരണക്കാര് കഷ്ടപ്പെട്ട് പണിയെടുത്ത് കഴിയുമ്പോൾ ദേഹത്തിന്റെ നമ്പരം മാറ്റാനായിട്ട് വൈകുന്നേരം കയറി അടിക്കും. അടിച്ച് 1-2 അടിക്കാന്ന് വെച്ചാൽ കയറും. 10-300 രൂപയ്ക്ക് തീരുമല്ലോ, 400 രൂപയ്ക്ക് തീരുമല്ലോ എന്ന് കയറി കയറും. പക്ഷേ ബാറിൽ നല്ല പിഴിഞ്ഞാണ് കാശ് മേടിക്കുന്നത്. അതുകൊണ്ട് തന്നെ 800-ഉം 600-ഉം ഒക്കെ ആയിട്ട് കയ്യിൽ നിന്ന് പോകും. എന്റെ അഭിപ്രായം 12 മണിയിൽ കൂടുതൽ ആവശ്യങ്ങളില്ല. 12 മണി വരെ ഓക്കെ ആണെന്നാണ് എന്റെ. ഒരു മണി വരെ പിന്നെ രാത്രി 12 മണി വൈകുന്നേരം ആകുമ്പോൾ കുടുംബത്തിൽ പോകുമ്പോഴല്ലേ ഇവിടെ ബാറി കയറി ഇരുന്ന് കുടിച്ച് നശിക്കണത്. സമയം വരെയായിരുന്നു. അതിൽ കുറയ്ക്കാണ് വേണ്ടത്, കൂട്ടാൻ. ചേട്ടനൊരു ഇൻട്രസ്റ്റഡ് പേഴ്സൺ ആയിരുന്നു. പുള്ളി പറഞ്ഞു 12 മണി വരെയൊക്കെ മതി, അത് നല്ലതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ തൊട്ടപ്പുറത്ത് ഭാര്യ നിൽപ്പുണ്ട്. ഭാര്യ മുട്ടൻ കലിപ്പ്. എന്തിനാണ് ഇപ്പൊ സമയം കൂട്ടേണ്ട ആവശ്യം എന്താ അവസ്ഥ? ബാറിന്റെ സമയം മാറ്റിയത് ശരിയല്ല. അല്ലെങ്കിൽ തന്നെ നേരത്തിന് കുടുംബത്തെ ആമ്പിള്ളേരും കാരണവർ പറ്റില്ല. അറിയാണ്ട് പറഞ്ഞുവേ. അല്ലെങ്കിൽ ഇത്ര സമയത്ത് ആൺപിള്ളേരും പെൺപിള്ളേരും വേണ്ട പെണ്ണെന്ന് പറഞ്ഞ പ്രശ്നമാണ്. പെൺപിള്ളേർ ബാറിൽ പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണ്. അതുകൊണ്ട് അമ്മച്ച അത് പിൻവലിച്ചു. എന്നിട്ട് ആൺപിള്ളേരും കാരണവന്മാരും നാക്കി. പിന്നെ ഇത് ആൺപിള്ളേരും കാരണവന്മാരും മാത്രമാണ് ഇപ്പോൾ ബാറിൽ പോകണം. പോലീസൊന്നും ഇങ്ങനെ നടക്കുന്നുണ്ടാവില്ലല്ലോ, ചെക്ക് ചെയ്ത്. ഓക്കെ, അപ്പോൾ ആ സമയത്ത് ചിലപ്പോൾ കുടിച്ചിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ വണ്ടിയൊക്കെ തെറ്റാളിൽ ഓടിച്ചിട്ട് ആക്സിഡന്റ് ഒക്കെ സംഭവിക്കാം. അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ സംഭവിക്കാം. ആരും കൺട്രോൾ ചെയ്യാൻ ആ സമയത്തൊന്നും ഇല്ലെങ്കിൽ. വളരെ ബുദ്ധിജീവിയായിട്ടുള്ളൊരു കുട്ടിയാണെന്ന് തോന്നുന്നു. കുട്ടി രാത്രി 12 മണിക്ക് ശേഷം വണ്ടി ഓടിച്ചാൽ ഇടിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അതിപ്പോൾ ഇതിന് മുന്നേ 11 മണിയായിരുന്നു. ഇതിനകത്ത് കുറേ പേര് പറയുന്നുണ്ട് 10 മണി എന്നൊക്കെ. 10 മണിയൊന്നല്ല, നേരത്തെ 11 മണിയായിരുന്നു. അപ്പോൾ ഈ 11 മണിക്ക് ഇറങ്ങിയാലും വണ്ടി ഓടിച്ചാൽ ഇടിക്കും. അപ്പോൾ മദ്യപിച്ച് വാഹനം ഓടിക്കരുതെന്നാണ് പറയേണ്ടത്. അല്ലാതെ സമയം കൂട്ടിയതുകൊണ്ട് രാത്രി 12 മണിക്ക് വണ്ടി ഓടിച്ചടിക്കുന്നല്ലോ പറയണ്ടേ, അല്ലേ? ആക്ച്വലി ഞാൻ യോജിക്കുന്നില്ല. കാരണം നമ്മുടെ കൂടെ യങ്സ്റ്റേഴ്സ് വരെയും ആൽക്കഹോളൊക്കെ ഭയങ്കരമായിട്ട് കിട്ടും. അപ്പോൾ എനിക്കൊന്ന് ക്രൈം റേറ്റ് കൂടാനാണ് ചാൻസ് എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ. അല്ല കുട്ടി, തെറ്റാണ്. ക്രൈം റേറ്റ് ഇപ്പോൾ കൂടുന്നത് സിന്തറ്റിക് ഡ്രഗ്സ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ്, അല്ലാതെ മദ്യം മാത്രം കഴിച്ചിട്ടല്ല. മദ്യം കഴിച്ച് പ്രശ്നം ഉണ്ടാവുന്നില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അതിലും കൂടുതൽ ക്രൈം റേറ്റ് വരുന്നത് മദ്യപിച്ച് മതോന്മത്തനായി കഴിഞ്ഞാൽ വല്ല മൂലിക്കും മാറി കിടന്നോളും. പക്ഷേ സിന്തറ്റിക് ഒക്കെ ചെന്ന് കഴിയുമ്പോൾ ആൾ വേറെ കില്ലാടിയായി മാറും. അതോടുകൂടി അവൻ തന്നെ രാജാവെന്നൊരു തോന്നൽ അവന് വരാറുണ്ട്. അപ്പോൾ കൂടുതൽ നല്ല വിഷം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മദ്യമായിരിക്കും. എല്ലാവരും മദ്യമൊന്നും കഴിക്കണ്ട, മോശം. ഇതൊക്കെയാണ് നാട്ടുകാരുടെ അഭിപ്രായം.